ഈ രക്ഷാപ്രവർത്തനം പാർട്ടി ഒരു പരിപാടിയായി അംഗീകരിച്ചു കഴിഞ്ഞതാണ്. അറിയാലോ, മറ്റേ ക്യാപ്റ്റൻ്റെ രക്ഷാപ്രവർത്തനം. രക്ഷാപ്രവർത്തനത്തിന് വേണ്ട ആളുകൾ എവിടെയാണെങ്കിലും, അത് ജയിലിലാണെങ്കിലും പുറത്താണെങ്കിലും RSSലാണെങ്കിലും BJPയിലാണെങ്കിലും അവരെ കൊണ്ടുവന്ന് പാർട്ടിയിലേക്ക് എടുക്കുക എന്നുള്ളത് പിന്നെ അടവ് നയമാണ്. അത് നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം സാക്കളെ. പ്രത്യയശാസ്ത്രപരമായ പ്രശ്നങ്ങൾ ആണല്ലോ. അപ്പോൾ പ്രത്യയശാസ്ത്രപരമായിട്ട് നോക്കുമ്പോഴാണ് ഈ പറയുന്ന പിന്നെ ഈ തൊഴിലാളി വർഗ സർവാധിപത്യവും പാർട്ടി പരിപാടി, പിന്നെ ജനകീയ ജനാധിപത്യ വിപ്ലവം, പിന്നെ ജനകീയ ജനാധിപത്യ വിപ്ലവമാണ് ഇപ്പോൾ പാർട്ടിയുടെ പരിപാടി. ഈ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിലേക്കും അതിലൂടെ പിന്നെ തൊഴിലാളി വർഗ സർവാധിപത്യത്തിലേക്കൊക്കെ പോകുന്നത് പാർട്ടി പരിപാടി അനുസരിച്ചാണ്. പക്ഷേ അതിന് തൊട്ട് മുമ്പ് പിന്നെ അടവ് നയം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പാർട്ടി പരിപാടി വേറെയാണ്, അടവ് നയം വേറെയാണ്. അടവ് നയം എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്ത് CPMലേക്ക് ആളുകളെ എടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് വളരെ അടുത്ത കാലത്ത് വേണം അതിനെ മനസ്സിലാക്കാൻ. കഴിഞ്ഞ ഏപ്രിൽ മാസം പോലും അല്ല, 2003 ഏപ്രിൽ മാസത്തിലോ 2002 അവസ്ഥയല്ല ഈ പറയുന്നത്. കാരണം 2003 ഈ വർഷം അല്ല, ഈ വർഷം തന്നെ, ഇത് 2024 അല്ലേ, 2024 ഏപ്രിൽ മാസത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ഒരു BJPക്കാരനായ ഒരു പഞ്ചായത്ത് മെമ്പറെ കാപ്പ ചുമത്തി നാട് കടത്തിയിട്ടുണ്ട്. അയാൾ പഞ്ചായത്ത് മെമ്പറാണ്. അയാൾ അല്ല CPM അല്ല, BJPക്കാരനാണ്. BJP പ്രവർത്തകനായ ഒരു ശ്രീകുമാർ എന്ന് പറഞ്ഞിട്ടില്ല ഒരു പഞ്ചായത്ത് മെമ്പർ, പേര് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ശ്രീജിത്ത് മണ്ണായി, തൃശ്ശൂർ ജില്ലയിലെ പടിയൂർ പഞ്ചായത്തിലെ 11ാം വാർഡിലെ BJP അംഗമാണ്. അയാൾ പഞ്ചായത്ത് മെമ്പറാണ്, ആ വാർഡിൽ പ്രവർത്തിക്കേണ്ട ആളാണ്. അയാളെ അവിടുന്ന് കാപ്പ ചുമത്തി നാട് കടത്തി ആ ജില്ലയിൽ കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മാറ്റിയിട്ടുണ്ട്. അത് സംഭവിക്കുന്നത് പിന്നെ ഈ വർഷം ജൂൺ 19, ഈ കഴിഞ്ഞ ജൂൺ 19. അതിനു മുമ്പ് കഴിഞ്ഞതിന് തൊട്ട് മുമ്പത്തെ വർഷം 2022 പാലക്കാട് ജില്ലയിൽ ചിറ്റൂരിലുണ്ടായ വലിയൊരു സംഭവമുണ്ട്. അതൊരു വലിയൊരു സംഭവം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ ഈ കക്ഷി പിന്നെ പാർട്ടിയിൽ അദ്ദേഹം അറിയപ്പെടുന്നത് കരികുളം R അനിൽകുമാർ എന്നായിരുന്നു. കരികുളം R അനിൽകുമാർ എന്ന് പാർട്ടിയിൽ അറിയപ്പെടുന്ന, പാർട്ടി മെമ്പർഷിപ്പും പാർട്ടി ഏരിയ കമ്മിറ്റി വരെയൊക്കെ എത്തിയിട്ടുള്ള നല്ലൊരു പാർട്ടി നേതാവ്, പ്രാദേശിക നേതാവ് എന്ന് പറയാവുന്ന ആളാണ്. പക്ഷേ ഈ പിന്നെ ചിറ്റൂരാണല്ലോ സ്ഥലം, അവിടെ ഈ സ്പിരിറ്റ് കള്ളക്കടത്ത് കേന്ദ്രങ്ങളിൽ ഇദ്ദേഹം അറിയപ്പെടുന്നത് അത്തിമണി അനി എന്നായിരുന്നു. അത്തിമണി അനി എന്ന് അറിയപ്പെടുന്ന സമയത്ത് അദ്ദേഹം ഗുണ്ടയാണ്, അല്ല പിന്നെ ഈ കള്ളക്കടത്തുകാരനാണ്, മറ്റേ ഈ സ്പിരിറ്റ് കടത്തുകാരനാണ്, വാളയാർ പരമശിവൻ പോലെ. അങ്ങനെ അത്തിമണി അനി ഒരു കാപ്പ കേസിൽപ്പെടുന്നു. അത്തിമണി എനിക്കെതിരെ 2-3 കേസുകൾ തുടർച്ചയായിട്ട് വന്നപ്പം കാപ്പ ചുമത്തി. പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം, കരികുളം R അനിൽകുമാർ എന്നാണ് പേരെങ്കിൽ അദ്ദേഹം പാർട്ടി അംഗവും പാർട്ടി നേതാവുമാണ്. എന്നിട്ടും പാർട്ടി അദ്ദേഹത്തെ മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവാക്കി, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി പ്രഖ്യാപിച്ചു. എന്നിട്ട് കാപ്പ ചുമത്തിയത് കൊണ്ട് ആൾ ഇവിടുന്ന് മാറി. എന്നിട്ട് അയാൾ കുറച്ചു കാലം മഹാരാഷ്ട്രയിൽ താമസിച്ചു. അതിനിടയ്ക്ക് ഒരു കേസിൽ ഹാജരാവാൻ വേണ്ടിയിട്ട് മജിസ്ട്രേറ്റിൻ്റെ അനുമതിയോട് കൂടിയിട്ട് കേസിൽ ഹാജരാവാൻ വേണ്ടിയിട്ട് അയാൾ ഇവിടെ വന്ന വരവൊക്കെ ഒന്ന് കാണേണ്ടിയിരുന്നു. വന്ന വരവ് നമ്മളുടെ പിന്നെ ഫാസിലിൻ്റെ പിന്നെ സിനിമയൊന്നുമല്ല. പിന്നെ BMW കാറിലാണ് ഒരു ഓടി കാറിൽ വന്നിറങ്ങിയപ്പോൾ കുട പിടിച്ചു കൊടുക്കാൻ ആൾ, അങ്ങനെ ഭയങ്കര ഹരമായിട്ട് പിന്നെ കൂടെ നിൽക്കുന്ന സഖാക്കൾ ഇയാളെ കൊണ്ടുവന്ന് അതിന് കോടതിയിൽ ഹാജരായി. അയാൾ തിരിച്ചു പോകുമ്പോൾ പറഞ്ഞാൽ അയാൾ ഞാൻ തിരിച്ചു വരും, ഇതിനേക്കാൾ നന്നായിട്ട് തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷേ അയാൾ അതേപോലെ പാർട്ടിയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ ഈ 2 സംഭവങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അത്തിമണി അനി CPMകാരൻ തന്നെ ആയിരിക്കെ കാപ്പയിൽപ്പെട്ടപ്പോൾ പാർട്ടി അംഗത്തിൽ നിന്ന് പുറത്താക്കിയതും. പടിയൂർ ശ്രീകുമാർ BJPയിൽ പഞ്ചായത്ത് മെമ്പറായിരിക്കും അദ്ദേഹത്തെ കാപ്പ ചുമത്തി അയാൾക്ക് വോട്ട് ചെയ്ത് വാർഡിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത തരത്തിൽ മാറ്റിയെടുത്തു എന്നുള്ള സംഗതി മാറി. ഇപ്പോൾ പത്തനംതിട്ട എത്തിയപ്പോഴുള്ള സംഭവം എന്താ വെച്ചാൽ ഈ രക്ഷാപ്രവർത്തനം പാർട്ടി ഒരു പരിപാടിയായി അംഗീകരിച്ചു കഴിഞ്ഞതാണ്. അറിയാലോ, മറ്റേ ക്യാപ്റ്റൻ്റെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ട ആളുകൾ എവിടെയാണെങ്കിലും, അത് ജയിലിലാണെങ്കിലും പുറത്താണെങ്കിലും RSSലാണെങ്കിലും BJPയിലാണെങ്കിലും അവരെ കൊണ്ടുവന്ന് പാർട്ടിയിലേക്ക് എടുക്കുക എന്നുള്ളത് പിന്നെ അടവ് നയമാണ്. അത് നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം സാക്കളെ. അല്ലാതെ വെറുതെ പാർട്ടിയെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. എവിടെ നിന്ന് കിട്ടിയാലും ആ പാർട്ടിയിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആ പാർട്ടിയെ ക്ഷയിപ്പിക്കുക നടവ് നയം, അതും ഒരു അടവ് നയമാണ്. പിന്നെ ഈ രക്ഷാപ്രവർത്തനത്തെ പറ്റിയ ആളുകൾ എവിടെ കിട്ടിയാലും എടുക്കുക എന്നുള്ളതും അടവ് നയം. ആ തരത്തിൽ വേണം അതിനെടുക്കാൻ. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ പാർട്ടി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ P ജയരാജൻ്റെയൊക്കെ കാലത്ത് ചെയ്തിരുന്ന സംഭവമുണ്ട്. ഇപ്പം പിന്നെ OK വാസുവിനെ പോലത്തെ ആൾക്കാരെ എടുക്കുക,
അതുപോലെ തന്നെ പിന്നെ ഈ എന്താണ് ഈ ഷിജിത് മിന്നി പോലത്തെ RSSകാരെയും RSSൽ തന്നെ നന്നായിട്ട് സുധീഷ് മിന്നി. പിന്നെ സുധീഷ് മിന്നിയെ പോലെയോ OK വാസുവിനെ പോലെയൊക്കെ ഉള്ള RSSകാരും അതിൽ തന്നെ RSSൽ തന്നെ പിന്നെ ഈ ശാരീരിക പ്രമുഖ ആയിട്ടുള്ള ആളുകളെയും ഒക്കെയും CPMലേക്ക് കൊണ്ടുവരിക, പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നുള്ള നയമുണ്ടല്ലോ. അത് കണ്ണൂരിൽ മാത്രമല്ല പത്തനംതിട്ടയിലും പറ്റും. പത്തനംതിട്ടയിലെ പാർട്ടി അത് തന്നെയാണ് ചെയ്യേണ്ടത്. അതാണ് ചെയ്യേണ്ടതാണ് ഈ കാലഘട്ടത്തിനനുസരിച്ച് ചെയ്യേണ്ട കാര്യമാണ് പത്തനംതിട്ടയിലെ പാർട്ടി ചെയ്തത് എന്നുള്ളത് കൊണ്ട് ഞാൻ പത്തനംതിട്ട പാർട്ടിയോടൊപ്പമാണ്.